മലപ്പുറം മണ്ഡലത്തിന്റെ മനസ്സറിയാൻ പോവുകയാണ് നമ്മളിനി. എന്താണ് മലപ്പുറത്തിന്റെ മനസ്സ്? മലപ്പുറത്തെ വോട്ടർമാരുടെ പ്രതികരണം കാണാം. നമ്മളെ എയർപോർട്ടിന്റെ മുഖജാൻ തന്നെ മാറ്റിയെടുത്ത കുഞ്ഞാപ്പയാണ്. അപ്പോൾ കുഞ്ഞാപ്പ തീർച്ചയായും ഇവിടെ ജയിക്കും. ഒരു 2 ലക്ഷം വോട്ടിനും ഭൂരിപക്ഷത്തിന് കുഞ്ഞാപ്പ ഇവിടെ ജയിച്ചു. കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പം വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് കാര്യമാണ്. ഇവിടെ ഇപ്പം ജയിപ്പിച്ചതിൻ്റെ ശേഷം 2 പ്രധാന കാര്യങ്ങൾ ഇപ്പം പാർലമെൻറ്റിൽ നടന്നത്. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ അതിന് ബോംബെ പോയാണ്ട് 7 മണിക്കൂർ ഫ്ലൈറ്റ് വഴുകി എന്ന് പറഞ്ഞാണ്ട് അതിന് പോയില്ല. അത് കഴിഞ്ഞതിന് ശേഷം മുത്തലാഖ് ബില്ല് ഇത്ര ഒരു പ്രശ്നമുള്ള ഒരു ഗൗരവമുള്ള ഒരു ബില്ല് പാർലമെൻറ്റിൽ വന്നിട്ടുണ്ടോ? ആ ബില്ലിൻ്റെ അന്ന് ലോഹിക്കാരൻ്റെ കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഇനി വോട്ട് ചെയ്തിട്ട് ഒരു നിർണായക ഘട്ടത്തിൽ അവർക്ക് പാർലമെൻറ്റിൽ എത്തുമോ കുഞ്ഞാലിക്കുട്ടിക്ക്? മലപ്പുറത്ത് ഇപ്രാവശ്യം നല്ല ഇന്ത്യ മൊട്ടൊക്കെ ഇനിയും BJP തന്നെ ജയിക്കും. കുഞ്ഞാലിക്കുട്ടി ജയിക്കും ഉറപ്പാണ്. നമ്മൾ CPM അനുവാദിയാണ്. അപ്പോൾ സ്ഥാനവനാണ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ശബരിമല പ്രശ്നമൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ BJPക്ക് വോട്ട് ചെയ്യുള്ളൂ. കുഞ്ഞാപ്പ വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. മോദിൻ്റെ ഭരണം പോകണം, അത്രേ ഉള്ളൂ. മലപ്പുറം പാർലമെൻറ്റ് എന്തായാലും കുഞ്ഞാലിക്കുട്ടി ജയിക്കും. മലപ്പുറം മണ്ഡലത്തിൽ സാനു ജയിക്കും. സാനു മുന്നേറ്റം ഉണ്ടാക്കുമെങ്കിലും കൂടിയിട്ട് കുഞ്ഞാലിക്കുട്ടിൻ്റെ ആ രാഷ്ട്രീയ ഗ്ലാമറിനെ അപേക്ഷിച്ച് കവർ ചെയ്യാൻ പാടാം. മലപ്പുറത്ത് കുഞ്ഞാപ്പ ജയിക്കും. അല്ല, ഞങ്ങളെല്ലാവരും പ്രതീക്ഷ തന്നെയാണ് ഇടത് വർഷം വിജയിക്കും. മലപ്പുറം പൊതുവെ UDF അനുകൂലമായിട്ടാണ്. ആര് ജയിച്ചാലും വേണ്ടില്ല, ഭരണം നന്നായാൽ മതി എന്നേ ഉള്ളൂ.